വയനാടിന് പുറമെ അമേഠിയിലും മത്സരിക്കാൻ തയ്യാർ. നിലപാടറിയിച്ച് രാഹുൽ ഗാന്ധി. വയനാടിനെ കൂടാതെ ഉത്തർപ്രദേശിലെ അമേഠിയിലും മത്സരിക്കാൻ തയ്യാറാണെന്ന് പാർട്ടിയെ രാഹുൽ ഗാന്ധി അറിയിച്ചതായി റിപ്പോർട്ട്. 2004 മുതൽ 2019 വരെ അമേഠിയിൽ നിന്ന് രാഹുൽ ഗാന്ധി വിജയിച്ചിരുന്നു. എന്നാൽ 2019 കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയോട് 55,000 വോട്ടുകൾക്ക് പരാജയപ്പെടുകയായിരുന്നു. ലോക്സഭാ സീറ്റുള്ള ഉത്തർപ്രദേശിൽ കോൺഗ്രസിന് വലിയ നിലയിൽ സ്വാധീനശേഷിയുള്ള 2 മണ്ഡലങ്ങളാണ് അമേഠിയും റായ്ബറേലിയും. പരമ്പരാഗതമായി ഗാന്ധി കുടുംബത്തിലുള്ളവരെ വിജയിപ്പിക്കുന്ന മണ്ഡലമായിരുന്നു രണ്ടും. പക്ഷേ 2019 അമേഠിയിൽ രാഹുൽ ഗാന്ധി സ്മൃതി ഇറാനിയോട് അപ്രതീക്ഷിതമായി പരാജയപ്പെടുകയായിരുന്നു. EVM മെഷീൻ ഹാക്ക് ചെയ്യാം, കൊച്ചിയിൽ ഒരാൾ അറസ്റ്റിൽ. EVM മെഷീൻ ഹാക്ക് ചെയ്യാനാകുമെന്ന് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചു. ഒരാൾ അറസ്റ്റിൽ. വെണ്ണല സ്വദേശി കുര്യനെയാണ് പാലാരിവട്ടം പോലീസ് അറസ്റ്റ് ചെയ്തത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലാണ് EVM VVPAT മെഷീൻ ഹാക്ക് ചെയ്യാനാകുമെന്ന് പറഞ്ഞ് കുര്യൻ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വിശദമായ കുറിപ്പ് പോസ്റ്റ് ചെയ്തത്. സംഭവത്തിൽ പാലാരിവട്ടം പോലീസ് സ്വമേധയാ കേസെടുക്കുകയായിരുന്നു. കേസെടുത്ത ശേഷം കുര്യനെ ജാമ്യത്തിൽ വിട്ടയച്ചു. പാനൂർ സ്ഫോടനം, മുഖ്യ ആസൂത്രകൻ പിടിയിൽ. പാനൂർ ബോംബ് സ്ഫോടന കേസിൽ മുഖ്യ ആസൂത്രകനായ ഡിവൈഎഫ്ഐ നേതാവ് പിടിയിൽ. ഡിവൈഎഫ്ഐ കുന്നോത്തുപറമ്പ് യൂണിറ്റ് സെക്രട്ടറി ഷിജാലാണ് പിടിയിലായത്. പാലക്കാട് നിന്നാണ് ഇയാളെ പിടികൂടിയത്. ഉദുമൽപേട്ടയിൽ ഒളിവിലായിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് ഡിവൈഎഫ്ഐ മീത്തലെ കുന്നോത്തുപറമ്പ് യൂണിറ്റ് സെക്രട്ടറി മൽബാബു, ചറുപ്പറമ്പ് അടുങ്കുടി വയലിൽ അടുപ്പുകൂട്ടിയ പറമ്പത്ത് ഷെബിൻലാല്, സെൻട്രൽ കുന്നോത്തുപറമ്പിലെ കിഴക്കയിൽ അതുൽ, ചെണ്ടയാട് പാടാന്റെ താഴെ ഉറപ്പുള്ളകണ്ടിയിൽ അരുൺ, സായൂജ് എന്നിവരെ ഇതുവരെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. വയനാട്ടിൽ മാരക ലഹരിമരുന്നുമായി യുവതി പിടിയിൽ. മാരക മയക്കുമരുന്നായ LSD സ്റ്റാമ്പുമായി യുവതി പിടിയിൽ. ബത്തേരി പോലീസും ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡും മുത്തങ്ങ പോലീസ് ചെക്ക് പോസ്റ്റിൽ വെച്ചാണ് യുവതിയെ പിടികൂടിയത്. മുംബൈ സ്വദേശിനിയാണ് പിടിയിലായത്. മുംബൈ വസന്ത് ഗാർഡൻ റെഡ്വുഡ്സിൽ സുനിവ സുരേന്ദ്ര റാവത്താണ് പിടിയിലായത്. 0.06 ഗ്രാം തൂക്കമുള്ള ഒരു സ്ട്രിപ്പിൽ 3 എണ്ണം ഉൾക്കൊള്ളുന്ന LSD സ്റ്റാമ്പാണ് ഇവരിൽ നിന്നും കണ്ടെടുത്തത്. തിങ്കളാഴ്ച തകരപ്പാടിയിൽ പോലീസ് ഔട്ട്പോസ്റ്റിന് സമീപം നടത്തിയ വാഹന പരിശോധനയ്ക്കിടെയാണ് യുവതി പിടിയിലായത്. സുനിവ മൈസൂർ ഭാഗത്തു നിന്നും കാറിൽ ബത്തേരി ഭാഗത്തേക്ക് വരികയായിരുന്നു. സ്റ്റാമ്പുകൾ ബംഗളൂരുവിലെ പാർട്ടിക്കിടെ ഒരാളിൽ നിന്ന് വാങ്ങിയതാണ് എന്നാണ് ഇവരുടെ മൊഴി. വോട്ടിംഗ് മെഷീനിൽ പേര് K സുധാകരൻ എന്ന് തന്നെ. വോട്ടിംഗ് മെഷീനിൽ K സുധാകരൻ എന്ന പേര് തന്നെ നിലനിർത്തുമെന്ന് ഉറപ്പ് ലഭിച്ചതായി UDF സ്ഥാനാർത്ഥി K സുധാകരൻ. K സുധാകരൻ എന്ന പേരിന് പകരം K സുധാകരൻ സൺ ഓഫ് രാവുണ്ണി എന്നാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് മാറ്റുമെന്ന് ഉറപ്പ് നൽകിയതായാണ് സുധാകരൻ വ്യക്തമാക്കിയത്. കോൺഗ്രസ് നേതാക്കൾ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സഞ്ജയ് കൗളുമായി സംസാരിച്ചതിനു ശേഷമാണ് തീരുമാനം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വരണാധികാരിയായ കളക്ടറുമായി സംസാരിച്ചു. ഇതിനുശേഷം K സുധാകരൻ എന്ന് തന്നെ പേര് നിലനിർത്തുമെന്ന് ഉറപ്പ് ലഭിച്ചതായാണ് കോൺഗ്രസ് അറിയിച്ചിരിക്കുന്നത്.